ക്രിസ്തുമസ് എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആഘോഷമാണ്. ഡിസംബർ 25-ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇത് കൊണ്ടാടുന്നു. പക്ഷേ യേശുവിന്റെ യഥാർത്ഥ ജനനത്തീയതി ചരിത്രത്തിൽ വ്യക്തമല്ല. ബൈബിളിൽ ഇത് കൃത്യമായി പറയുന്നുമില്ല. ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഇത് ഒരു വസന്തകാലത്താകാം എന്നാണ്. എന്നിട്ടും ഡിസംബർ 25 എന്തുകൊണ്ട് ആഘോഷിക്കപ്പെടുന്നു? 4-ാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്തുമതം വ്യാപിച്ചപ്പോൾ പഴയ പേഗൻ ആഘോഷങ്ങളെ ക്രിസ്തീയമാക്കി മാറ്റി എന്നാണ് കരുതപ്പെടുന്നത്. റോമാക്കാർ ഡിസംബറിൽ സാറ്റുർനാലിയ എന്ന ഒരു ഉത്സവം ആഘോഷിച്ചിരുന്നു. ഒരു വലിയ ഉത്സവം. സമ്മാനങ്ങൾ കൊടുക്കൽ, വിരുന്ന് എന്നിവയോടെ ഗംഭീരമായാണ് ഇത് ആഘോഷിച്ചിരുന്നത്. വടക്കൻ യൂറോപ്പിൽ വിന്റർ സോൾസ്റ്റൈസ് അഥവാ യൂൾ ആഘോഷം നടന്നിരുന്നു. ഇരുണ്ട ശൈത്യകാലത്ത് പ്രകാശത്തിന്റെയും പുതുജീവന്റെയും പ്രതീകമായി എവർഗ്രീൻ മരങ്ങൾ ഉപയോഗിച്ചു. ക്രിസ്ത്യാനികൾ ഈ ആഘോഷങ്ങളെ യേശുവിന്റെ ജനനത്തോട് ചേർത്ത് വച്ചു. AD 336 റോമിൽ ആദ്യമായി ഡിസംബർ 25 ക്രിസ്മസായി ആചരിച്ചു എന്നാണ് രേഖകൾ. നമുക്ക് ക്രിസ്മസിന്റെ പ്രധാന ആഘോഷങ്ങളിലേക്ക് വരാം. ആദ്യം പുൽക്കൂട്. ബെത്ലഹേമിലെ തൊഴുത്തിൽ യേശുക്രിസ്തു പിറന്നു എന്ന ബൈബിൾ കഥയെ അനുസ്മരിപ്പിക്കുന്നതാണ് പുൽക്കൂടുകൾ. 1223 ഇറ്റലിയിലെ സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി ആദ്യമായി ജീവനുള്ള പുൽക്കൂടൊരുക്കി. പിന്നീട് ഇത് ലോകമെമ്പാടും പ്രചാരത്തിലായി. കേരളത്തിലും പുൽക്കൂടൊരുക്കൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഉണ്ണിയേശു, മറിയം, ജോസഫ്, ആട്ടിടയന്മാർ, 3 രാജാക്കന്മാർ, അങ്ങനെ എല്ലാവരും ഉണ്ടാകും പുൽക്കൂടിൽ. അടുത്തത് ക്രിസ്മസ് ട്രീ. ഇത് ജർമ്മനിയിൽ നിന്നുള്ളതാണ്. 16-ാം നൂറ്റാണ്ടിൽ ജർമ്മൻ ക്രിസ്ത്യാനികൾ എവർഗ്രീൻ മരങ്ങൾ വീട്ടിൽ വെച്ച് അലങ്കരിച്ചു തുടങ്ങി. പഴയ പേഗൻ ആഘോഷങ്ങളിൽ നിന്നുള്ള പ്രതീകം. എവർഗ്രീൻ എന്നാൽ ശാശ്വത ജീവൻ. മരത്തിൽ ആപ്പിൾ തൂക്കി പർദീസ വൃക്ഷത്തെ പ്രതിനിധീകരിച്ചു. പിന്നീട് മെഴുകുതിരി, മിഠായികൾ, ലൈറ്റുകൾ എന്നിവ ചേർത്തു. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ജർമ്മൻ വംശജനായിരുന്ന പ്രിൻസ് ആൽബർട്ട് ഇത് ഇംഗ്ലണ്ടിൽ പ്രചാരത്തിലാക്കി. അമേരിക്കയിലേക്കും പിന്നെ ലോകമെമ്പാടും ഇത് പടർന്നു. ഇന്ന് ക്രിസ്മസ് ട്രീ ഇല്ലാത്ത ക്രിസ്മസ് അപൂർണം തന്നെ. ഇനി സാന്താക്ലോസ്. ക്രിസ്മസ് ആഘോഷത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം. ഇദ്ദേഹത്തിന്റെ ഉത്ഭവം 4-ാം നൂറ്റാണ്ടിലെ സെന്റ് നിക്കോളാസ് എന്ന ബിഷപ്പിൽ നിന്നാണ്. തുർക്കിയിലെ മൈറയിൽ ജീവിച്ചിരുന്ന അദ്ദേഹം കുട്ടികൾക്കും ദരിദ്രർക്കും സമ്മാനങ്ങൾ കൊടുക്കുന്നതിൽ പ്രശസ്തനായിരുന്നു. യൂറോപ്പിൽ സെന്റ് നിക്കോളാസിന്റെ ഓർമ്മയ്ക്ക് ഡിസംബർ 6-ന് ഒരാഘോഷം സംഘടിപ്പിച്ചു വന്നിരുന്നു. ഡച്ചുകാർ ഇദ്ദേഹത്തെ സിൻഡർ ക്ലാസ് എന്ന് വിളിച്ചു. അമേരിക്കയിലേക്ക് കുടിയേറിയ ഡച്ചുകാർ ഇത് കൂടെ കൊണ്ടുവന്നു. 19-ാം നൂറ്റാണ്ടിൽ ക്ലാസ് ദി നൈറ്റ് ബിഫോർ ക്രിസ്മസ് എന്ന കവിതയിലൂടെയും കൊക്കക്കോളയുടെ പരസ്യങ്ങളിലൂടെയും ചുവന്ന വസ്ത്രമടിഞ്ഞ തടിയൻ സാന്താക്ലോസ് രൂപം കൊണ്ടു. ഇന്ന് സാന്ത കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ സ്നേഹവും ദാനധർമ്മവും പ്രോത്സാഹിപ്പിക്കുന്ന പ്രതീകമാണ് സാന്താക്ലോസ്. ക്രിസ്മസ് പേഗൻ ആഘോഷങ്ങളും ക്രിസ്തീയ വിശ്വാസവും ചേർന്നുള്ള ഒരു മനോഹര സമന്വയമാണ്. യേശുവിന്റെ ജനനം ലോകത്തിന് പ്രകാശം നൽകി എന്നതാണ് ക്രിസ്തീയ വിശ്വാസം. സ്നേഹം, സമാധാനം, ദാനം എന്നിവയാണ് ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശങ്ങൾ.